വെൽക്കം ബാക്ക് ടു നൊമാഡ് ഫാമിലി. നമ്മൾ ഇന്ന് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വണ്ടി എടുക്കുന്നതിന് പകരം ഒരു ക്യാബ് 6 hours ബുക്ക് ചെയ്തു. ആ ക്യാബിനാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ വന്നത് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റി നമുക്ക് ഇന്ന് മൺഡേ ലോട്ടസ് ടെമ്പിൾ ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ബഹായി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബഹായി മതവിശ്വാസികളുടെ ആരാധനാലയമാണിത്. 27 ദളങ്ങളാണ് ഈ അമ്പലത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിന് 9 വാതിലുകളുണ്ട്. അത് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഏകദേശം 2500 പേർക്ക് ഇരിക്കാവുന്ന ഒരു അകത്തളമാണിത്. ചുറ്റുവട്ടത്ത് 9 കുളങ്ങളോടുകൂടി 26 ഏക്കർ സ്ഥലത്താണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി വിശന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കേരള റെസ്റ്റോറൻറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു കേരള റെസ്റ്റോറൻറ്റ് കിട്ടി. അത് തപ്പിയുള്ള പോക്കാണിത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കേരള സ്റ്റോറും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സും മേടിച്ചു. കുറേ ഉള്ളിലേക്കൊക്കെ പോയി കുറേ തപ്പലിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ചു. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ടാക്സിയിൽ കയറി. നമ്മൾ വന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റും കാണാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രപതി ഭവനിൽ നിന്നും കുറേ ദൂരെയായിട്ടാണ് ടാക്സി സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് വേണം നമ്മളിനി രാഷ്ട്രപതി ഭവൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഓട്ടോയിൽ കയറി നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുമ്പോൾ മെയിൻ ബിൽഡിങ്ങുകളും ഓഫീസുകളും ഒക്കെയാണ് അതിന് ചുറ്റിനുമുള്ളത്. നമ്മളങ്ങനെ രാഷ്ട്രപതി ഭവനെത്തി. ഇതാണ് പുറത്തു നിന്നുള്ള വ്യൂ. നമുക്കുള്ളിലേക്ക് കടക്കാൻ അനുവാദമില്ല. ഇവിടെ നിന്നും കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണിത്. രാഷ്ട്രപതി ഭവൻ കണ്ട് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് പോകാനുള്ളത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. രാഷ്ട്രപതി ഭവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ത്യ ഗേറ്റ്. അങ്ങോട്ട് പക്ഷെ നമ്മൾ വീണ്ടും ഓട്ടോയിൽ തന്നെ പോകണം. നമ്മളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റ് എത്തി. അതിൻ്റെ അടുക്കേക്ക് നമ്മൾ നടക്കുമ്പം ഇവിടെയും കുറേ
പേര് ഫോട്ടോ എടുക്കാനായിട്ട് നിൽപ്പുണ്ട്, ക്യാമറയായിട്ട് വരും. നമുക്ക് ഒരാളെ കിട്ടി, നമ്മൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. അടുത്തത് നമ്മൾ പോയത് ഡൽഹിയിലെ ചെങ്കോട്ട കാണാൻ വേണ്ടിയാണ്. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച മറ്റൊരു കോട്ടയാണിത്. മുഗൾ സാമ്രാജ്യ ഭരണകാലത്തിലെ ഒരു പ്രധാന കോട്ടയാണിത്. ഇന്ന് ഈദ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ അടവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. ചെങ്കോട്ടയും കണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി. പക്ഷെ ടാക്സിക്കാരൻ നമ്മളെ പറ്റിച്ചു. ഓൺലൈനിൽ കാണിച്ചിരുന്ന പൈസ അല്ല അയാൾ പറഞ്ഞത്. പിന്നെ ബഹളമൊന്നും വെക്കാതെ അത് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നങ്ങ് പോന്നു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ചണ്ഡീഗഡാണ്. അതിനു മുന്നേ നമ്മൾ കുരുക്ഷേത്ര വഴി പോയി ബ്രഹ്മസരോവർ കൂടി കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ കുരുക്ഷേത്രം എത്തി. ബ്രഹ്മസരോവർ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രഹ്മസരോവറിൻ്റെ അടുത്തേക്ക് പോകണം. ഹിന്ദുയിസത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കുരുക്ഷേത്ര. ബ്രഹ്മസരോവറിലെ ജലം വിശുദ്ധജലമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ നിന്ന് നമ്മളിനി ചണ്ഡീഗഡ് പോവാണ്.
ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് നാളെ പഞ്ചാബിന് പോകും. അപ്പം നാളെ കാണാം. ബൈ.